ലബനാനിൽ ഇസ്രായേലിന്റെ കരാർ ലംഘനത്തിന് കനത്ത തിരിച്ചടി. ലബനാന്റെ സൈനികർ ഇസ്രായേൽ സൈനികരെയും ആക്രമിച്ചു, ഏലിയാത്ത് നഗരത്തെയും ആക്രമിച്ച വിവരമാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തുവരുന്നത്. 6 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതും ഈ കൊല്ലപ്പെട്ടത് IDF സംഘം സ്ഥിരീകരിക്കുകയും ചെയ്തു. അവരുടെ ചിത്രങ്ങളും അവരുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും ഇസ്രായേൽ സൈന്യം തന്നെ പ്രസിദ്ധീകരിച്ചു. അന്താരാഷ്ട്ര മീഡിയ ചിത്രം സഹിതം ഇത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ ലബനാനും ഇസ്രായേലും തമ്മിലുണ്ടാക്കിയ കരാർ വ്യവസ്ഥ പാലിക്കുന്നില്ലെന്നും അവർ കരാർ ലംഘനം നടത്തുന്നു എന്നും പല ഘട്ടങ്ങളിലും ലബനാൻ ഇസ്രായേലിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. വിഷയങ്ങൾ UN സഭയിൽ പോലും ഉന്നയിക്കപ്പെട്ടതാണ്. കൃത്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥ പ്രകാരമാണ് യുദ്ധവിരാമം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ വെടിനിർത്തൽ ഉണ്ടാക്കിയത്. അതിനോടനുബന്ധിച്ച് പുറത്ത് ഈ പ്രദേശത്തിൽ നിന്ന് ലബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്ന ലബനാനികൾ അവരുടെ ദേശത്തേക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഇത് വ്യവസ്ഥ ചെയ്യുന്നു. അതോടൊപ്പം ചില മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈനികൾ പിന്മാറുക, അതോടൊപ്പം തന്നെ ചില മേഖലയിൽ നിന്ന് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ വിഭാഗങ്ങളും പിന്മാറുക. ഇതാണ് കരാർ വ്യവസ്ഥയിലെ പ്രധാനമായിരിക്കുന്ന കാര്യം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാതിരിക്കുക, പൂർണ്ണമായിരിക്കുന്ന കരാർ വ്യവസ്ഥ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ UN സഭയുടെ പ്രത്യേകമായിരിക്കുന്ന ഒരു സമിതിയെ നിശ്ചയിക്കുകയും ചെയ്തു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ലബനാൻ പറയുന്ന പരാതി എന്ന് പറഞ്ഞാൽ ഇവര് കരാർ വ്യവസ്ഥ ലംഘിക്കുന്നുണ്ട്. ദേശത്തേക്ക് തിരിച്ചു വരുന്ന ലബനാനികളെ ഇസ്രായേൽ ആക്രമിക്കുന്നു. അതിന് ഇസ്രായേൽ പറയുന്ന പരാതി എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഹിസ്ബുള്ള സൈനികർ അല്ലെങ്കിൽ പോരാളികൾ അല്ലെങ്കിൽ ഭീകരവാദികൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതിന് കാരണവും അതിന്റെ തെളിവും ഹാജരാക്കാൻ വേണ്ടി ലബനാൻ സർക്കാർ ഇസ്രായേലിനോട് പറഞ്ഞിട്ട് അവർക്കത് സാധിക്കുന്നുമില്ല. അങ്ങനെ പല സംഘർഷാവസ്ഥയും പല ഘട്ടങ്ങളിൽ പല ഏരിയകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ഉണ്ടാവുന്നു. വെടിവെപ്പുകളും വിഷയകാര്യങ്ങളും ഉണ്ടാവുകയും ഇതിനിടയിൽ തന്നെ ഏകദേശം 17 പേരെങ്കിലും കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. ലബനാനിൽ കൊല്ലപ്പെട്ടു. അത് ഇസ്രായേൽ സൈനികരുടെ വെടിയേറ്റോ അവർ ബോംബ് സ്ഫോടനം നടത്തിയിട്ടോ ആണ് കൊല്ലപ്പെട്ടത്. ഇതിന് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകുമെന്ന് ലബനാൻ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് പല ഘട്ടത്തിലും. ആ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് തന്നെ ലബനാന് നേരെ അവർ ആക്രമണം തുടരുകയും ചെയ്തു. ലബനാൻ കൃത്യമായിരിക്കുന്ന തങ്ങളുടെ ലക്ഷ്യകേന്ദ്രമാണ് എന്നുള്ളതും അത് ആക്രമിക്കുക എന്നുള്ളതും തങ്ങളുടെ രാജ്യത്തുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് തങ്ങളുടെ കടമയാണ് എന്നൊക്കെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. IDFും സമാന രീതിയിൽ തന്നെയാണ്. എന്നാൽ ഈ ലംഘനം തങ്ങൾ ഒരുപാട് കാലം സഹിച്ചു നിൽക്കില്ലെന്നും തിരിച്ചടി ഉണ്ടാകുമെന്ന് ലബനാൻ മുന്നറിയിപ്പ് നൽകി ഏതാനും മണിക്കൂറുകൾക്കിടയിലാണ് ലബനാന്റെ അതിർത്തി ഭാഗങ്ങളിലുള്ള ഇസ്രായേലി സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും 6 സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അതിർത്തി പങ്കിടുന്ന മറ്റൊരു പ്രദേശമായിരിക്കുന്ന ഏലിയാത്ത് നഗരം, വല്ലാതൊന്നും വൈദൂരമില്ലാത്ത പ്രദേശമാണ്. ഇവിടെ ഈ ഭാഗങ്ങളിലും ആക്രമണം നടത്തി അതിന്റെ നാശനഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ലബനാൻ എന്തുകൊണ്ട് തങ്ങൾ ആക്രമിച്ചു എന്നുള്ളതും ലബനാന്റെ ആക്രമണം തുടരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനൊക്കെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് IDF സംഘം അല്ലെങ്കിൽ ഇസ്രായേൽ ഗവൺമെന്റ് പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ 75,000-ഓളം ജൂത വിഭാഗത്തെ ലബനാന്റെ അതിർത്തിയിൽ നിന്ന് തങ്ങളുടെ മധ്യ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സുരക്ഷിതത്വത്തിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊണ്ടുവന്നത്. ഇവരെ തിരിച്ച് അതേ മേഖലയിലേക്ക് വിന്യസിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സർക്കാരിന്റെ ബാധ്യതയും കടമയുമാണ്. തങ്ങളത് നിർവഹിക്കും. എന്നാൽ അതിന് ലബനാൻ പറയുന്ന മറുപടി, മേഖലയിലുള്ള വിഷയങ്ങളും സംഘർഷാവസ്ഥയും അവസാനിപ്പിക്കാതെ ഒരു ജൂത വിഭാഗത്തെ പോലും ഈ വിവാദമായിരിക്കുന്ന സെറ്റിൽമെന്റിൽ താമസിപ്പിക്കാൻ തങ്ങൾ അനുവദിക്കുകയില്ല. ഇതാണ് ഏറ്റവും വലിയ വിഷയമായിട്ട് നിലനിൽക്കുന്നത്. പുറത്ത് ആ പ്രദേശത്തിൽ നിന്ന് മധ്യ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന അത്രയും ജൂത വിഭാഗത്തെ അല്ലെ ജൂത കുടുംബത്തെ അതേ സ്ഥലത്തേക്ക് രണ്ടാമത് പുനഃസൃഷ്ടിക്കുക എന്നുള്ള ഒരു ദൗത്യം ഇസ്രായേൽ ഏറ്റെടുത്തു. അത് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി ഉള്ളത് മേഖലയിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തുള്ള സംഘർഷാവസ്ഥയാണ്. ഈ സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ പല ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിന് കൃത്യമായിരിക്കുന്ന ലബനാൻ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ പാലസ്തീന്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. മുമ്പ് ലബനാനും ഇസ്രായേലും തമ്മിൽ ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകളല്ല ഇവിടെ വരുന്നത്. ആയതിനാൽ ആ സ്വാതന്ത്ര്യത്തോടു കൂടിയ വിഷയം സംഘർഷാവസ്ഥയും അവസാനിക്കൂ എന്ന തരത്തിലേക്കാണ് ലബനാൻ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പാലസ്തീനും ഇസ്രായേലുമായി തമ്മിലുള്ള വിഷയം എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. അത് യുദ്ധം ചെയ്തോ അല്ലാത്ത രീതിയിലോ പരിഹരിക്കുന്നതിൽ ലബനാൻ ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ജൂത സെറ്റിൽമെന്റുകൾ ഇല്ലാതാക്കുക, അവരെ നശിപ്പിക്കുക, അവരെ കൊലപ്പെടുത്തുക എന്നുള്ള പ്രവർത്തനം തങ്ങൾ അനുവദിക്കില്ലെന്നും അത് ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണം ഉണ്ടാവും എന്നുള്ള ഒരു വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന അല്ലെങ്കിൽ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ലബനാനും ഇസ്രായേലും തമ്മിൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടായത്.
പരിഹാരങ്ങളൊന്നും ഇല്ലാതെ യുദ്ധത്തിന് യുദ്ധം തന്നെയാണ് പരിഹാരം എന്ന രീതിയിലേക്ക് തങ്ങൾ മാറിയിരിക്കുന്നു എന്ന് ലെബനാന്റെ ഭാഗത്തുള്ള മറുപടികളും വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വെടിനിർത്തൽ നടക്കുന്നുണ്ട്. ആ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോ സമാധാനപരമായ രീതിയിലാണ് നടക്കുന്നത്. എന്നാൽ തൊട്ടടുത്തുള്ള ഫലസ്തീന്റെ മറ്റൊരു ഭാഗമായിരിക്കുന്ന വെസ്റ്റ് ബാങ്കിൽ ശക്തമായിരിക്കുന്ന ബോംബ് സ്ഫോടനങ്ങളും ആക്രമണങ്ങളും മരണങ്ങളും അറസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഫലസ്തീന്റെ ഒരു ഭാഗത്ത് ഒരു വിഷയം, മറുഭാഗത്ത് സമാനമായിരിക്കുന്ന വിഷയത്തിന് മധ്യസ്ഥർ ഇടപെടാത്തതിന്റെ പ്രയാസങ്ങളും ഫലസ്തീൻ അതോറിറ്റി നേതാവ് മഹ്മൂദ് അബ്ബാസ് തന്നെ ഒരിക്കൽ പറഞ്ഞതാണ്. ഇവരെ ഏത് തരത്തിലാണ് ആക്രമിക്കുക എന്നുള്ളതും ഇവരുടെ നിലപാട് സമീപനങ്ങൾ എപ്പോഴൊക്കെയാണ് മാറുക എന്നുള്ളതും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരു ഭാഗത്ത് ലെബനാനുണ്ട്, ഒരു ഭാഗത്ത് ഫലസ്തീനുണ്ട്, മറ്റൊരു ഭാഗത്ത് യമനുണ്ട്. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഇസ്രായേൽ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിന് തിരിച്ചടി ലക്ഷ്യത്തിൽ കണ്ടുകൊണ്ടുള്ള തിരിച്ചടി ഉണ്ടാവില്ല. അവർ ഏത് സമയത്തും ആക്രമിക്കുന്നത് നിരായുധീകരായിരിക്കുന്ന ആളുകളെ ആയിരിക്കും. അതിൽ മരണപ്പെടുന്ന സ്ത്രീകളും കുട്ടികളുമാണ്. ഇപ്പൊ ലെബനാനിൽ ഇപ്പോൾ മരണപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഭീകരവാദ വിഭാഗത്തിനോടൊപ്പം സ്ത്രീകളും കുട്ടികളും ഉണ്ടാവുക എന്ന ചോദ്യത്തിന് ഇസ്രായേലിന്റെ IDF ഇപ്പോഴും അതിന് മറുപടി നൽകിയിട്ടില്ല. തങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എന്നുള്ളതും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അവരുടെ ഭാഗത്തുനിന്ന് ഒറ്റപ്പെട്ട അക്രമം തങ്ങൾക്കുണ്ടാകുന്നു എന്ന തരത്തിലൊക്കെ വിശദീകരണം നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സാധാരണഗതിയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തുണ്ടാകും. ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് വലിയ സംഘർഷാവസ്ഥ, ഹെവി അറ്റാക്ക് എന്നൊക്കെയാണ് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ പടിഞ്ഞാറൻ മീഡിയകൾ കൊടുക്കുന്ന ഹെഡിങ് തന്നെ അങ്ങനെയാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമുള്ള ശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ ലെബനാനിൽ നിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടായിരിക്കുന്നു. ഇസ്രായേലിന്റെ സൈന്യം ആ രാജ്യത്ത് കടന്നു കയറിക്കൊണ്ട് ബോംബ് സ്ഫോടനം നടത്തുകയും വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനുള്ള തിരിച്ചടി എന്നോളമാണ് ലെബനാന്റെ ആക്രമണം ഉണ്ടായത്. 6 സൈനികർ കൊല്ലപ്പെട്ടു. ഈ ഏലിയാത്ത് നഗരത്തെ ആക്രമിച്ചു. അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നാൽ സൈനികരുടെ എണ്ണം ഇതിലും കൂടാൻ സാധ്യതയുണ്ട് എന്ന വിവരം വന്നിട്ടുണ്ട്. ഏത് തരത്തിലുള്ള അക്രമമാണ് നടന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അവർ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം നടത്തി അത് സ്ഫോടനം നടത്തിക്കൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നുള്ളതും ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വെടിയുതിർക്കുകയാണ് ചെയ്തത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും വരുന്നു. എന്നാൽ ഏലിയാത്ത് നഗരം ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണമാണ് നടന്നത്. പല നഗരത്തിന്റെ ഭാഗങ്ങളും തീപിടിച്ചതും ആളുകൾ ചെതറി ഓടുന്ന രംഗങ്ങളും ഒക്കെ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നു. അവിടെ പ്രതിരോധ സംവിധാനം, അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനത്തിന് ഇതിനെ നിയന്ത്രിക്കാനോ തകർക്കാനോ വേണ്ടി സാധിച്ചിട്ടില്ല എന്നതിനാൽ നാശനഷ്ടങ്ങൾ കൂടി വരാനുള്ള സാധ്യതകളും വിലയിരുത്തുന്നു. ഏതായിരുന്നാൽ ഇപ്പോൾ പുതിയൊരു യുദ്ധമുറ അല്ലെങ്കിൽ യുദ്ധമുഖം വീണ്ടും തുറന്നിരിക്കുന്നു. സമാധാന കരാർ വ്യവസ്ഥ ലംഘിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്ന് ലെബനാനും, എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ തങ്ങൾക്ക് നേരെ ആക്രമിച്ചതിന്റെ പ്രത്യാക്രമണമാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് ഇസ്രായേലും പറയുന്ന ഒരു വലിയ വിവാദ വിഷയങ്ങളും നിലനിൽക്കുന്നു. ഏറെക്കുറെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ലോക മീഡിയകളും മാധ്യമങ്ങളും പറയുന്നു കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധി നേടിയ രാജ്യമാണ് ലെബനാൻ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കരാർ ലംഘിക്കുക എന്നുള്ള അവർക്ക് വിഷയമുള്ള കാര്യങ്ങളൊന്നുമല്ല. പല ഘട്ടങ്ങളിൽ അത് ഉണ്ടായിട്ടുണ്ട്. അതിന് മൗനം സമ്മതം അമേരിക്ക നൽകാറുണ്ട്. UN സഭയിൽ പോലും ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പല രാജ്യങ്ങളും നടത്തുന്നുണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നിലപാടുണ്ടാവാറുള്ളത് എന്ന തരത്തിലൊക്കെയാണ് വിഷയങ്ങൾ പോകുന്നത്. ഏതായിരുന്നാലും നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പോലും ലെബനാനും ഇസ്രായേലും തമ്മിൽ വലിയ സംഘർഷാവസ്ഥയാണ്. അവർ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു. ഇസ്രായേൽ ആക്രമിക്കുന്നതിന് 10 മടങ്ങ് ശക്തമായിരിക്കുന്ന ആക്രമണത്തിന്റെ പരമ്പരകൾ തന്നെ ലെബനാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ സൈന്യത്തിനും ഇസ്രായേലിന്റെ ഔട്ട് പോസ്റ്റിനും അതോടൊപ്പം തന്നെ ഇസ്രായേൽ നഗരപ്രാന്ത പ്രദേശത്തിലേക്കും നടന്നു വരുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.